വൈഭവ് 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 ക്രിക്കറ്റിംഗ് ലോകം ഒന്നാകെ ഈ 15കാരൻ്റെ പേര് ഇന്ന് നിലവിളിക്കുകയാണ്. വൈഭവ് സൂര്യവംശി. 15 വയസ്സും 62 ദിവസങ്ങളും മാത്രം പ്രായമുള്ള ഈ കൊച്ചു ബാലൻ ഇന്ന് ഒരു വലിയ താരമാണ്. അയാൾക്ക് പിന്നാലെ ഇന്ന് ഫ്രാഞ്ചൈസികൾ പുറകെ നടക്കും. രാജസ്ഥാൻ റോയൽസ് ഒരു കാര്യം മാത്രം ചെയ്യില്ല, വൈഭവ് സൂര്യവംശിയെ വിടുക എന്നത്. വെറും 1,10,00,000 രൂപയ്ക്ക് മാത്രമാണ് വൈഭവ് സൂര്യവംശിയെ രാജസ്ഥാൻ റോയൽസ് സ്വന്തമാക്കിയത്. ഇന്ന് അയാളുടെ പ്ലെയർ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 34 കോടി രൂപയാണ്. അതായത് പെർ ബോൾ ബൈ ബോൾ നമ്മളൊരു കണക്കെടുത്ത് ഒരു പ്ലെയറിനെ ഇവാലുവേറ്റ് ചെയ്ത് നിലവിൽ അയാളുടെ സ്റ്റാർഡം വെച്ചുകൊണ്ട് ഒരു പ്രൈസ് ഫിക്സ് ചെയ്താൽ അയാൾ 34 കോടി രൂപയ്ക്ക് അർഹനാണ്. അതായത് പ്രോഫിറ്റ് ഓഫ് 33 crores ഫോർ രാജസ്ഥാൻ റോയൽസ്. അതായത് വൈഭവ് സൂര്യവംശി നാളെ ഒരു മെഗാ ഓപ്ഷനിലേക്ക് പോയാൽ സ്വാഭാവികമായിട്ടും 34 കോടി രൂപ വരെ IPL ഫ്രാഞ്ചൈസികൾ അയാൾക്ക് വിലയിടും. ഞെട്ടണ്ട, അതിനേക്കാൾ മുകളിൽ പോയാലേ ഉള്ളൂ. പക്ഷെ ആളുകൾക്ക് ഇത് വലിയ അത്ഭുതമൊന്നുമില്ല. ഋഷഭ് പന്തിന് 27 കോടിയും ശ്രേയസ് അയ്യറിന് 26.25 കോടി രൂപയും ഇക്കഴിഞ്ഞ IPL മെഗാ ഓപ്ഷനിൽ പോയതും നമ്മൾ കണ്ടതാണ്. വൈഭവ് സൂര്യവംശി ഒരു 3 ബാറ്ററോളം ശക്തിയുള്ള ഒരു വ്യക്തിയാണെന്ന് പല ഫ്രാഞ്ചൈസികൾക്കും ഇതിനോടകം തന്നെ തോന്നിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ചില താരങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് വൈഭവ് സൂര്യവംശി അങ്ങ് റാഞ്ചി എടുക്കാൻ വേണ്ടിയിട്ട് പല ടീമുകളും ചിന്തിക്കുന്നുമുണ്ട്. പക്ഷേ അതിനെല്ലാത്തിനും ഉപരി രാജസ്ഥാൻ റോയൽസ് അയാൾ വിടണം. അല്ലെങ്കിൽ വൈഭവ് രാജസ്ഥാൻ മാനേജ്മെന്റിനോട് പറയണം എനിക്ക് പോകാൻ താല്പര്യമുണ്ട് എന്നുള്ളത്. ആ കേസ് വരുന്നത് വരെ രാജസ്ഥാൻ റോയൽസിനുള്ളിൽ വൈഭവ് സൂര്യവംശി സേഫ് ആൻഡ് സെക്യൂർഡ് ആണ്. ഈ IPL മിനി ഓപ്ഷനിൽ നമ്മൾ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ട്രേഡ് എന്തായിരുന്നു? സഞ്ജു സാംസൺ എന്ന രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റൻ ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന ഫ്രാഞ്ചൈസിലേക്ക് പോകുന്നു. ചെന്നൈ സൂപ്പർ കിങ്സിൽ നിന്നും 2 പ്രധാനപ്പെട്ട പ്ലെയേഴ്സ് രവീന്ദ്ര ജഡേജ, സാം കർൺ എന്നീ പ്ലെയേഴ്സ് രാജസ്ഥാൻ റോയൽസ് ക്യാമ്പിലേക്ക് പോകുന്നു. പക്ഷേ ആ ട്രേഡ് രാജസ്ഥാന് വലിയ ഗുണമൊന്നും ഉണ്ടാക്കിയില്ല. രവീന്ദ്ര ജഡേജ രാജസ്ഥാന് വേണ്ടി കളിച്ചു എന്നത് ഒഴിച്ചു നിർത്തിയാൽ സാം കറൺ റൂൾഡ് ഔട്ട് ആവുകയാണ് ചെയ്തത്. അതുകൊണ്ട് രാജസ്ഥാന് ആ ഡീലിൽ നിന്നൊരു 50% മാത്രമേ പിഴിഞ്ഞെടുക്കാൻ കഴിയുകയുള്ളൂ. പക്ഷേ ഫ്രാഞ്ചൈസിൻ്റെ ഫാൻ ബേസ് പൂർണ്ണമായും പോകും. കാരണം സഞ്ജുവിൽ ചുറ്റിപ്പറ്റിയാണ് ആ ഫ്രാഞ്ചൈസ് മുഴുവൻ ഉണ്ടായിരുന്നതെന്ന് വിശ്വസിച്ചെടുത്തതുകൊണ്ടാണ് ഈ 15 വയസ്സുകാരനായ പയ്യൻ ആ ഫ്രാഞ്ചൈസിൻ്റെ ഫാൻ പവർ കൂട്ടിയിട്ടേ ഉള്ളൂ. വൈഭവ് സൂര്യവംശി ഇപ്പോൾ രാജസ്ഥാൻ റോയൽസിൻ്റെ എല്ലാമാണ്, കണ്ണിലുണ്ണിയാണ്. കഴിഞ്ഞ 4 മത്സരങ്ങളിൽ നഷ്ടപ്പെട്ടത് 3 സെഞ്ചുറികളാണ്. 96, 97, 93. പലരും വൈഭവിനെ ശക്തമായി വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തിനാണ് സെഞ്ചുറി അടിച്ച് മര്യാദയ്ക്ക് ഇരുന്നാൽ പോരെ? വീണ്ടും ബിഗ് ഷോട്ട്സ് കളിച്ച് ഫീൽഡറിൻ്റെ കയ്യിൽ ക്യാച്ച് കൊടുത്ത് ഔട്ടായി പോകേണ്ട അവസ്ഥ എന്തിനാണ്? വൈഭവ് 29 പന്തിൽ നിന്നും 97 റൺസ് അടിച്ച മത്സരത്തിൻ്റെ പോസ്റ്റ് മാച്ച് പ്രസൻറ്റേഷനിൽ പറഞ്ഞൊരു വാചകമുണ്ട്. എനിക്ക് റെക്കോർഡിനടുത്താണ് നിന്നിരുന്നത് ഞാൻ എന്നത് എനിക്കറിയില്ലായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ പോലും എൻ്റെ ഇൻറ്റൻറ്റിൽ ഒരു മാറ്റവും ഉണ്ടാവാൻ പോകുന്നില്ല. കാരണം ഞാൻ ടീമിന് വേണ്ടിയിട്ടാണ് കളിക്കുന്നത്. നാളെയും എനിക്ക് സെഞ്ചുറികൾ വരും. സെഞ്ചുറികൾ എന്നെ തേടിയെത്തും. അതുകൊണ്ട് റെക്കോർഡുകൾ അതവിടെ നടന്നോട്ടെ, ഞാൻ അതിന് പിന്നാലെ പോകുന്നില്ല എന്നാണ് വൈഭവ് സൂര്യവംശിയുടെ വാക്കുകൾ. ഈ വാക്കുകൾ പല താരങ്ങളും കേട്ടുപഠിക്കണം. സെൽഫിഷ് ഇന്നിങ്സുകളുടെ പിന്നാലെ പോകുന്ന ഇന്നത്തെ നാട്ടിൽ വൈഭവ് സൂര്യവംശിയെ പോലൊരു 15 വയസ്സുകാരൻ തീർക്കുന്ന മെച്ചോർഡ് ഇന്നിങ്സിനെ പറ്റിയും സംസാരിക്കുകയാണ് ആളുകൾ. 776 റൺസാണ് ഈ സീസണിൽ വൈഭവ് സൂര്യവംശി കുറിച്ചിരിക്കുന്ന റൺസ്, വിത്ത് എ സ്ട്രൈക്ക് റേറ്റ് ഓഫ് 237.30. ഓർക്കുക, ഒരു ടൂർണമെന്റിലുടനീളമുള്ള സ്ട്രൈക്ക് റേറ്റ് ആണ് 237 എന്ന് പറയുന്നത്. അയാൾ 90കൾ അടിക്കുമ്പോൾ പോലും അയാൾ ഓടിയെടുത്ത റൺസൊക്കെ 10ന് താഴെ വരുന്ന മത്സരങ്ങളാണ്. ബാക്കിയെല്ലാം ബൗണ്ടറീസിൽ പോകും. സെൻസിബിളായിട്ട് അയാൾക്ക് കളിക്കാനും അറിയാം. അയാൾക്ക് 90 29 പന്തുകളിൽ നിന്ന് എടുക്കാനും അറിയാം. അയാൾക്ക് 90 42 പന്തുകളിൽ നിന്ന് എടുക്കാനും അറിയാം. അയാൾ 50 22 പന്തുകളിൽ നിന്ന് എടുത്താൽ അതെന്താ വൈഭവ് പതുക്കെ കളിക്കുന്നത് എന്നതുപോലും ആളുകൾ ചിന്തിച്ചു. ബാക്കി ആരെങ്കിലും അത് എടുത്താൽ വാവ് എന്തൊരു സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുകയും ചെയ്യും. അതാണ് വൈഭവ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ലാൻഡ്മാർക്ക് എന്ന് പറയുന്നത്. വൈഭവ് സൂര്യവംശി കഴിഞ്ഞ ദിവസം ഓറഞ്ച് ക്യാപ്പ് നേടുന്നതിനോടൊപ്പം തന്നെ കുറച്ചധികം അവാർഡുകൾ കൂടി നേടിയെടുത്തു. MVP, സൂപ്പർ സ്ട്രൈക്കർ, സൂപ്പർ സിക്സസ് അവാർഡ്, ഇതുപോലുള്ള അവാർഡുകൾ കൂടി വൈഭവ് സൂര്യവംശിയെ സ്വന്തമാക്കുകയും ചെയ്തു. വൈഭവിൻ്റെ റെക്കോർഡ് ഇനി ആരും തകർക്കുമെന്ന് തോന്നുന്നില്ല. ഇത്രയും പ്രായം കുറഞ്ഞൊരു വ്യക്തി ഓറഞ്ച് ക്യാപ്പ് ഹോൾഡർ ആകുന്നത് IPL ചരിത്രത്തിൽ തന്നെ ഇതാദ്യമായിട്ടാണ്. അല്ലെങ്കിൽ തന്നെ 15 വയസ്സിൽ ക്രിക്കറ്റ് കളിക്കുമെന്ന് പോലും പലരും ഇപ്പോൾ സ്വപ്നം കാണുന്നില്ല. പിന്നെയല്ലേ ഓറഞ്ച് ക്യാപ്പ്.
അയാളുടെ രണ്ടാം സ്ഥാനക്കാരനായ ശുഭ്മൻ ഗിൽ 732 റൺസാണ് ഓറഞ്ച് ക്യാപ്പ് ലീഡർ ബോർഡിൽ നിൽക്കുന്നത്. അതായത് വൈഭവിനേക്കാൾ ഏകദേശം 44 റൺസിന് പുറകിലായിരുന്നു ശുഭ്മൻ ഗിൽ. മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് സായി സുദർശനാണ്, 722 റൺസ്, അതായത് 54 റൺസിന് പിന്നിലാണ്. വൈഭവ് സൂര്യവംശി ഇന്നലെ തന്നെ അഹമ്മദാബാദിൽ എത്തിയിരുന്നു. അത് ഓറഞ്ച് ക്യാപ്പ് മാത്രം വാങ്ങാനല്ല കേട്ടോ. സൂപ്പർ സിക്സസും MVP-യും സൂപ്പർ സ്ട്രൈക്കർ ഉൾപ്പെടെയുള്ള അവാർഡുകൾ തനിക്കുണ്ടെന്ന് വൈഭവ് സൂര്യവംശിക്ക് അറിയാം. ഓറഞ്ച് ക്യാപ്പ് കൂടെ കിട്ടുകയാണെങ്കിൽ അതുകൂടെ സ്വീകരിക്കും. പക്ഷേ വൈഭവിന് അഹങ്കാരം തെല്ലില്ല എന്നതും കൂടി പറയട്ടെ. കാരണം ഡഗ് ഔട്ടിൽ വളരെ കുറ്റത്തോടു കൂടിയാണ് വൈഭവ് പെരുമാറുന്നത്. ക്യാമറയ്ക്ക് മുന്നിൽ ഇപ്പോഴും ഗോഷ്ടി കാണിക്കും, സീനിയേഴ്സിന് മുന്നിൽ ബഹുമാന പുരുഷരം നിൽക്കും. താൻ വലിയൊരു കളിക്കാരനാണെന്ന് തോന്നൽ ഇപ്പോഴും വൈഭവിൻ്റെ തലയ്ക്കകത്ത് എത്തിയിട്ടില്ല എന്നത് വേണം തന്നെ പറയാൻ. രവിചന്ദ്രൻ അശ്വിൻ പറഞ്ഞതുപോലെ തന്നെ അയാൾ വേറെ ഏതോ ലോകത്ത് നിന്ന് വന്ന ആളാണ്. അയാൾ കളിക്കുന്ന ആ സ്ഥലത്തെ ബൗണ്ടറീസ് എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം 200-300 മീറ്റർ ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ 700 മീറ്റർ ഗ്രൗണ്ടൊക്കെ അയാൾക്കൊരു കളിത്തൊട്ടിൽ പോലെ തോന്നുന്നതെന്നാണ് രവിചന്ദ്രൻ അശ്വിൻ പറഞ്ഞത്. വൈഭവ് സൂര്യവംശി ഇന്ന് ഇന്റർനെറ്റ് സെൻസേഷനായി മാറുകയാണ്. ആദ്യകാലങ്ങളിലൊക്കെ അയാളുടെ പ്രായം വെച്ച് കളിയാക്കിക്കൊണ്ടിരുന്നു. ഇവനാണോ 13 വയസ്സ്, ഇവനാണോ 14 വയസ്സ് എന്ന് ചോദിച്ചവരുടെ മുന്നിൽ നിന്നുകൊണ്ടാണ് 15 വയസ്സുകാരനായ വൈഭവ് സൂര്യവംശി ഇന്ന് റെക്കോർഡുകൾ തീർത്തുകൊണ്ടേയിരിക്കുന്നത്. അയാൾ ആദ്യമായിട്ടൊന്നുമില്ലല്ലോ നമ്മൾ ഞെട്ടിക്കുന്നത്. ഇന്ത്യ അണ്ടർ-19 വേൾഡ് കപ്പ് ഫൈനലിൽ 175 റൺസ് 80 പന്തുകളിൽ നിന്ന് നേടിയപ്പോഴും നമ്മൾ ഇതുപോലെ ഞെട്ടി. കൺസിസ്റ്റന്റ് ആയിട്ട് ഇതുപോലുള്ള ലോക റെക്കോർഡ് ഇന്നിങ്സുകൾ തീർക്കുമ്പോഴാണ് വൈഭവ് ഒരു മനുഷ്യക്കുഞ്ഞു തന്നെയാണോ എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കേണ്ടിയും വരുന്നത്. കഴിഞ്ഞ ദിവസത്തെ മത്സരത്തിന് ശേഷം വിരാട് കോഹ്ലിയെ വൈഭവ് സൂര്യവംശി നേരിട്ട് കാണുകയുണ്ടായി. വൈഭവ് തൊഴുകയോടുകൂടിയാണ് ആദ്യം വിരാട് കോഹ്ലിയെ കണ്ടത്. വിരാട് പക്ഷേ അടുത്ത് ചെന്നു, തോളിൽ കൈയിട്ടു, കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു. വൈഭവ് വളരെ ബഹുമാന പുരസ്സരം വിരാട് കോഹ്ലിയുടെ മുന്നിൽ നിൽക്കുന്ന കാഴ്ചയും ഇന്റർനെറ്റ് തരംഗമാണ്. രാജസ്ഥാൻ റോയൽസ് എന്ന ടീം പ്ലേ ഓഫ്സ് വരെ എത്താനുള്ള പ്രധാനപ്പെട്ട കാരണവും വൈഭവ് സൂര്യവംശി എന്നാണ് നെറ്റിസൺസ് പറയുന്നത്. വൈഭവ് സെഞ്ചുറി അടിക്കാത്തപ്പോൾ ഡഗ് ഔട്ടിൽ ക്യാപ്റ്റനായ റിയാൻ പരാഗ് വൈഭവ് സൂര്യവംശിയെ വിമർശിച്ചതും ദേഷ്യപ്പെട്ടതും ഇന്റർനെറ്റിൽ തരംഗമായി മാറി. അതേ റിയാൻ പരാഗ് മത്സരത്തിന് ശേഷം ഡ്രസ്സിംഗ് റൂമിൽ വൈഭവ് സൂര്യവംശി ഫോണുമായി നിൽക്കുന്ന സമയത്ത് പിന്നിൽ നിന്ന് കെട്ടിപ്പിടിക്കുന്നതും ഇന്റർനെറ്റ് കണ്ടതാണ്. പക്ഷേ എന്തുകൊണ്ടാണ് റിയാൻ പരാഗ് വൈഭവിനെ വിമർശിച്ചത്? അല്ലെങ്കിൽ വൈഭവ് സൂര്യവംശിയെ വിമർശിക്കാൻ റിയാൻ പരാഗിന് എന്ത് യോഗ്യത എന്നുൾപ്പെടെ ആളുകൾ വിധി എഴുതാനും തുടങ്ങി. രാജസ്ഥാൻ റോയൽസിന്റെ ഫേസായി മാറിയിരിക്കുകയാണ് വൈഭവ് സൂര്യവംശി. പക്ഷേ ഇത്രയധികം ഫോമിൽ കൊടുമുടിയിൽ എല്ലാ ഫ്രാഞ്ചൈസികളും ഒരുപോലെ ആഗ്രഹിക്കുന്ന ഒരു പ്ലെയറിന്റെ തീരുമാനം എന്തായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. രാജസ്ഥാൻ റോയൽസിൽ തന്നെ നിൽക്കാനാണോ വൈഭവിന്റെ താല്പര്യം? രാജസ്ഥാൻ എന്തായാലും വൈഭവിന് വിടില്ല എന്നുള്ളത് ധാരണയാണ്. പക്ഷെ ഇവിടെ തീരുമാനം വൈഭവിൻ്റെതാണ്. മറ്റൊരു ഫ്രാഞ്ചൈസിലേക്ക് പോകാൻ വൈഭവിന് താല്പര്യമുണ്ടോ? പൈസ, ഇൻകം, മണി കൂട്ടുക എന്നുള്ള ലക്ഷ്യം വൈഭവിന് ഈ 15-ാമത്തെ വയസ്സിൽ തോന്നി തുടങ്ങിയാലും അതിൽ അത്ഭുതപ്പെടരുത്. കാരണം അയാൾക്ക് പിന്നാലെ ഇവിടെ ചുറ്റുമുള്ള 9 ഫ്രാഞ്ചൈസികളുമുണ്ട്. അയാൾക്ക് വേണ്ടിയിട്ട് അയാൾ വരാൻ കാത്തിരിക്കുന്ന, അതിപ്പോൾ എത്ര തുകയാണെങ്കിലും കൊടുക്കാൻ കാത്തു നിൽക്കുന്ന സ്പോൺസർമാരുണ്ട്. വൈഭവ് സൂര്യവംശി ഒരു പുതിയ ജനറേഷനാണ്, ഒരു പുതിയ വാതിൽ തുറന്നിരിക്കുകയാണ്. അത് വരാൻ പോകുന്ന പുതിയ ക്രിക്കറ്റേഴ്സിന് ഉണ്ടാക്കുന്ന പ്രചോദനം ചെറുതൊന്നുമല്ല. വൈഭവിനെ പോലെ ചെറിയ പ്രായത്തിൽ തന്നെ IPL വാതിലും കടന്ന് ഇന്ത്യൻ നാഷണൽ ടീമിലേക്ക് എത്തിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗം ചെറുപ്പക്കാരുണ്ട് ഇന്ന് നമ്മുടെ നാട്ടിൽ. ക്രിക്കറ്റിനെ വീണ്ടും നെഞ്ചോട് ചേർത്ത് സ്നേഹിക്കുന്ന ഒരു വലിയ വിഭാഗം കൂട്ടരുമുണ്ട്. അവരിലേക്കാണ്, അതിൻ്റെ ടോർച്ച് ബെയറായിട്ടാണ് വൈഭവ് സൂര്യവംശിയെ ഇന്ന് അവർ കാണുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.